നമസ്തേ. ഗണഗീതം തന്നെയാണ് വിഷയം. ഗണഗീതം രണ്ട് വീഡിയോ ആയിട്ട് ചെയ്തിരിക്കുകയാണ്. ഗണഗീതം സംബന്ധിച്ച്, വിവാദത്തെ സംബന്ധിച്ച് നമ്മുടെ ഒരു പ്രതിക്രിയ രണ്ട് വീഡിയോയിലായിട്ടാണ്. ഒന്ന് ദേശീയ തലത്തിലുള്ളത്, ദേശീയ സ്വഭാവമുള്ളത്, ഒന്ന് പ്രാദേശിക സ്വഭാവമുള്ളത്. പ്രാദേശികമായി ഈ അസ്പൃശ്യതയെ, ഇന്ന് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന അസ്പൃശ്യതയെ ഒരു 70 വർഷത്തെയോ ഒരു അതിനപ്പുറത്തേക്കുള്ളൊരു കാലത്ത് വെച്ച് പരിശോധിക്കുമ്പോൾ അന്ന് എങ്ങനെയായിരുന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അന്ന് ദേശീയ തലത്തിൽ എങ്ങനെയായിരുന്നു, ഇപ്പം പ്രാദേശിക തലത്തിൽ എങ്ങനെയായിരുന്നു. ദേശീയ തലത്തിൽ നമ്മൾ ഗാന്ധിജി സംഘശാഖയിൽ 2 വട്ടം പോയിട്ടുണ്ടെന്നും അതിൽ അദ്ദേഹം മെസ്മറൈസ്ഡ് ആയിട്ടുണ്ടെന്നും അദ്ദേഹം അത്തരം ഒരു ശാഖാ സന്ദർശന സമയത്ത് അവിടുത്തെ സ്വയം സേവകരോടൊപ്പം ഗണഗീതം, ഹിന്ദുഭൂമിയിൽ നിന്ന് തുടങ്ങുന്ന നിരാലാജിയുടെ ഗണഗീതം, ആ ഗീതകം ഗണഗീതമായി ചൊല്ലുന്ന സന്ദർഭത്തിൽ അദ്ദേഹം വൈകാരികമായി അദ്ദേഹത്തിനോട് ഒത്തുചേർന്ന്, അപ്പോൾ അതിനുശേഷം അദ്ദേഹം ഹിന്ദുഭൂമിയിൽ നിന്ന് തുടങ്ങുന്നൊരു ഗീതകം, അപ്പോൾ അതിനുശേഷം അദ്ദേഹം ഞാൻ സനാതനിയാണെന്ന് അവിടെ വെച്ച് പറഞ്ഞുകൊണ്ട് എന്താണ് സനാതനത്വം എന്നുള്ളതൊക്കെ വിശദീകരിക്കുന്നൊരു പശ്ചാത്തലം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആ വീഡിയോ. അത് ഗാന്ധിജിയും ഗണഗീതം പാടിയിട്ടുണ്ട്. അത് 1947 34 അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട്. അതാണ് ദേശീയ പരിപ്രേക്ഷ്യം അതിൻ്റെ. ഇത് പ്രാദേശികമായി വരികയാണ്. എന്നെ സംബന്ധിച്ച് ഞാനൊരു 2022 തൊട്ട് പേർത്തും നോക്കുന്ന ഒരു പത്രക്കട്ടിങ്ങുണ്ട്. എൻ്റെ ഇരിക്കുന്നൊരു പത്രക്കട്ടിങ്ങാണിത്. ഞാൻ സമീപകാലത്ത് ഒരു 1.5 മാസം മുമ്പും എൻ്റെ ഈ കാണുന്ന ഈ ഇതെല്ലാം അടുക്കി പെറുക്കുമ്പോൾ, പത്രക്കട്ടിങ്ങളെല്ലാം അടുക്കി പെറുക്കുമ്പോൾ സമീപകാലത്ത് എൻ്റെ മുമ്പിൽ വന്നു. ഞാനത് എടുത്ത് വെച്ച് ഞാൻ എൻ്റെ തൊട്ട് മുമ്പിൽ തന്നെ വെച്ചിരിക്കുകയാണ്. ഈ പത്രം തൊട്ട് മുമ്പിൽ തന്നെ വെച്ചിരിക്കുക. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്തു നോക്കുകയും കൗതുകത്തോടെ എടുത്തു നോക്കുകയും, അത് ഇന്നത്തെ പശ്ചാത്തലത്തിൽ, ഈ ഒരു വിവാദ പശ്ചാത്തലത്തിൽ കൃത്യമായി നമ്മൾ പറയേണ്ട ഒരു പത്രശകലമാണ്. നമ്മൾ കാണിക്കേണ്ട, അതിനെ വിഷയം നമ്മൾ ലോകസമക്ഷം അവതരിപ്പിക്കേണ്ട ആ ഒരു പത്രശകലമാണത്. ഈ പത്രം 2028 ജന്മഭൂമിയുടേതാണ്. സംഘപദത്തിലൂടെ എന്ന് പറയുന്ന പി നാരായൺ എന്ന് പറയുന്ന പ്രഖ്യാതനായ മുതിർന്ന മാധ്യമപ്രവർത്തകൻ്റെ ദീർഘമായ കുറിപ്പാണ്. ഞാൻ ഈ കുറിപ്പ് വായിക്കാൻ വേണ്ടി മാത്രം ജന്മഭൂമി വാങ്ങിക്കാറുണ്ട്. ഈ കുറിപ്പ് മാത്രം വായിക്കാൻ, മറ്റു ഒന്നുമില്ലെങ്കിൽ ഇത് വായിക്കുക നമ്മുടെ ഒരു ശീലത്തിൻ്റെ ഭാഗമാണ്. ഞാൻ സംഘപ്രവർത്തകനല്ല, പക്ഷേ ചരിത്രത്തോട് വലിയ താല്പര്യമുള്ളതുകൊണ്ട്. ഒപ്പം തന്നെ എൻ്റെ കയ്യിൽ കേസരിയുടെ പഴയകാല ആർക്കൈവുകൾ 52 തൊട്ടുള്ള ആർക്കൈവ് എൻ്റെ 2 സെറ്റുണ്ട്. അതൊരു 2017 മറ്റോ ഞാൻ മേടിച്ചതാണ്. 2017 ഒരു 8 വർഷം മുമ്പ് രണ്ട് സെറ്റായിട്ട് കേസരിയുടെ 51 52 തൊട്ടുള്ള എല്ലാ വോള്യങ്ങളും 2017 വരെയുള്ള ഈ ആർക്കൈവ്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ തപ്പി പോകുമ്പം നമ്മളെ അത്ഭുതപ്പെടുത്താറുണ്ട്. അതിൽ ഈ അസ്പൃശ്യതയുടെ ചരിത്രം പറയുമ്പം നമ്മളെ അത്ഭുതപ്പെടുത്തും പഴയകാലത്തെ പല ചരിത്രങ്ങളും. അതിലൊരു ചരിത്രം ഇതിൽ കിടപ്പുണ്ട്. ഇത് 2022 മാർച്ചിലെയാണ്. അതുതന്നെ മാതൃഭൂമിയുടെ വാർഷികമായിട്ട് ബന്ധപ്പെട്ട് നരേന്ദ്രമോദിജി അത് ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത് വരുന്നത്. മാതൃഭൂമിയുടെ വാർഷികം നരേന്ദ്രമോദിജി അത് ഉദ്ഘാടനം ചെയ്യുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ഇദ്ദേഹം പറഞ്ഞു പോകുന്നൊരു ഒരു രസമുള്ള ഒരു കാര്യമുണ്ട്. വളരെ രസം. ഈ അസ്പൃശ്യത പറയുന്ന മലയാളമേ, നിങ്ങൾ കേരളത്തിൻ്റെ ഏറ്റവും പ്രമുഖമായ ആഴ്ചപ്പതിപ്പ് എന്ന് പറയുന്നത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പാണ്. അതിന് മേലാർക്കും വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ബലാബലത്തിന് ഭാഷാഭൂഷണിയുണ്ട്. പിൽക്കാലത്തും സമകാലിക മലയാളമുണ്ട്. ആദ്യം നല്ല രീതിയിൽ മുമ്പ് പോയിരുന്ന കലാകൗമുദിയുണ്ട്. ഇതൊക്കെയുണ്ട്. പക്ഷേ എങ്കിലും മൗലികമായ മാതൃഭൂമി ആഴ്ചപ്പതിപ്പാണ്. 1944 ഈ ഗണഗീതത്തോട് അസ്പൃശ്യതയുള്ള മലയാളി, ഈ സംഘത്തിൻ്റെ പ്രാർത്ഥനയുണ്ടല്ലോ, ഗണഗീതം പിന്നല്ലേ വരുന്നുള്ളൂ. 1944 മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് ഇത് വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പ്, നിങ്ങൾ വിശ്വസിക്കുമോ? മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് 1944. ഞാനത് പ്രാദേശികമായി ഈ അസ്പൃശ്യത, ഗണഗീതമല്ല, പ്രാർത്ഥനയാണ്. ആദിലും മൗലികം. അത് ശരിക്കും 44 ജൂലൈ 30 പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇത് 1989 ഡോക്ടർ ജിയുടെ ശതാബ്ദി വർഷമായിട്ട് ബന്ധപ്പെട്ട് സംഘം എനിക്ക് തോന്നുന്നു സംഘദർശിനി എന്ന് പറഞ്ഞോ മറ്റൊരു ഒരു കളക്റ്റീവ് ഉണ്ടാക്കിയിരുന്നു. അതിൽ ഉണ്ടായിരുന്നതാണ്. ഞാനത് കുറേ തപ്പിയിട്ടുണ്ട്, ഞാനത് കണ്ടിട്ടില്ല. എങ്കിലും വളരെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ, അദ്ദേഹത്തിൻ്റെ മകൻ വിവേക് നാരായണനെ ഞാൻ നല്ല കാലത്ത് ടൈംസ് നൗവിൽ ഫോളോ ചെയ്തിരുന്ന ആളാണ്, കുറേ കാലമേ കണ്ടിട്ട്. ഇതിൽ നമസ്തേ സദാവത്സല എന്നുള്ളതാണ്.
ഇത് ശരിക്കും ഞാനൊന്ന് വായിച്ചു പോവുകയാണ്. ഇത് ആരെങ്കിലും ഉണ്ട് മലയാളത്തിൽ കിടക്കുന്ന ഇത് ആരെങ്കിലും ഇത് ഒരു സംഗീതം കൊടുത്ത് വിട്ടാൽ നല്ലതായിരിക്കും. നമിപ്പൂ സദാവത്സലേ മാതൃഭൂമിയെ വളർത്തി തെളിഞ്ഞെന്നെ നീ ഹിന്ദുഭൂമി മഹാമംഗലേ പുണ്യഭൂമിയെ നിനക്കായി പതിക്കട്ടെ ഈ എൻ്റെ ഗാത്രം നമിപ്പൂ. എം എൻ എന്ന് പറയുന്ന ഒരാൾ ആളാരെന്നറിയില്ല. എം എൻ എന്ന് പറഞ്ഞ ഒരാളാണ് അത് ചെയ്തിരിക്കുന്നത്. അതേ വൃത്തത്തിൽ സംഘപ്രാർത്ഥനകൾ അതേ വൃത്തത്തിൽ ഓർത്തോളൂ. പ്രഭോ ശക്തിവൻ ഹിന്ദു രാഷ്ട്രാംഗമായി ജനിച്ചുള്ളൊരു ഈ ഞങ്ങൾ കുമ്പിട്ടിടുന്നു. മുറുക്കി നിനക്കായി അരക്കെട്ട് ഞങ്ങൾ ശുഭാനുഗ്രഹം നൽക തത്പൂർത്തി പോകാൻ കരുത്തീശ നൽകൂ ജഗത്തിൻ അജയ്യം സുശീലത്തെയും ലോക നമ്രത്വയോഗം സ്വയം ഞങ്ങൾ കൈക്കൊണ്ട മുള്ളാണ്ട മാർഗം സുഖം സഞ്ചരിക്കാവതാക്കി തുണയ്ക്കൂ. ഇത് ഈ പ്രാർത്ഥന ചൊല്ലുന്നവർക്ക് ഇതിൻ്റെ ഒരു സമാനത മനസ്സിലാകും. വളരെ തൊട്ടടുത്ത രീതിയിലാണ് ഇത് വിവർത്തനം ചെയ്തിരിക്കുന്നത്. സമുത്കർഷ നിശ്രയ സത്തിനൊരുഗ്രം പരം സാധനം ധർമ്മ വീരവ്രതം ഞാൻ അതെന്നിൽ സ്ഫുരിക്കട്ടെ അക്ഷയനിഷ്ഠം സ്മരിക്കാനതുദ്ബുദ്ധമാകട്ടെ എന്നിൽ ജയം കാര്യശക്തിക്ക് ശീലം നിരീക്ഷിൽ ധർമ്മ സംരക്ഷണം ചെയ്തുകൊള്ളും നിരീച്ചിൽ ധർമ്മ സംരക്ഷണം ചെയ്തുകൊള്ളും പരം വൈഭവം നേടുവാൻ യസ്വരാഷ്ട്രം തുതാശിസ്സിനാൽ ശക്തമാകാവു പാരം. ഇതാണ്. ഇതാരെങ്കിലും ഒന്ന് മലയാളീകരിച്ച് വിട്ടാൽ കൊള്ളാം. ഇതേ കാലയളവിൽ തന്നെ ഇതിന് അല്പം മുമ്പോട്ട് 949 സംഘത്തിന് നിരോധനം വരുന്നു. ആ കാലത്ത് സത്യാഗ്രഹം നടക്കുന്നുണ്ട്. മുമ്പും ഒക്കെ ആയിട്ട് സത്യാഗ്രഹം നടക്കുന്നുണ്ട്. ഈ സത്യാഗ്രഹ കാലത്ത് മദ്രാസ് പ്രസിഡൻസിയിൽ നമ്മുടെ ഈ പ്രദേശങ്ങളിൽ 51-52 ആകുമ്പോഴത്തേക്ക് സംഘം കേസരി ആരംഭിക്കാമെങ്കിൽ ആ കാലത്ത് പ്രസ്ഥാനം ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. വളരെ ഗുരുതരമായി മർദ്ദിക്കുന്നുണ്ട്. അത് ഈ പത്രക്കട്ടിങ് തന്നെയാണ് പറയുന്നത്. വളരെ ഗുരുതരമായ സംഘപ്രവർത്തകരെ മർദ്ദിക്കുമ്പോൾ KP കേശവമേനോൻ പോലീസിനെ മർദ്ദനമുറകളെ അധിക്ഷേപിച്ച് മഹാനായ KP കേശവമേനോൻ മാതൃഭൂമി അക്കാലം അദ്ദേഹം മാതൃഭൂമി പത്രാധിപരായിരുന്നിരിക്കാം, അത് ഉറപ്പില്ല. എന്തായാലും അദ്ദേഹം പ്രസ്താവന ഇറക്കുന്ന ആ പ്രസ്താവന ഇറക്കി നിഷേധ പ്രസ്താവന ഇതിനെ വിമർശിച്ചുള്ള പ്രസ്താവന ഇറക്കി. ആ പ്രസ്താവന സ്വാഭാവികമായിട്ടും KP കേശവനെ ഇറക്കുമ്പം എല്ലാ പത്രങ്ങളും കൊടുക്കും, മാതൃഭൂമി ഉറപ്പായിട്ടും കൊടുക്കും. സംഘത്തിൻ്റെ നിരോധന കാലത്ത് ഗാന്ധിവധാനന്തര കാലത്തെന്നാണ് ഞാൻ പറയുന്നത്. ഗാന്ധിവധാനന്തര കാലത്ത് ഗാന്ധിവധമായിട്ട് ബന്ധപ്പെട്ട് സംഘത്തെ നിരോധിച്ചിട്ടേ ഇല്ല, നേർക്ക് നേരെ. അത് അടുത്തൊരു തട്ടിപ്പാണ്, അടുത്തൊരു കള്ളപ്രചാരമാണ്. അപ്പം ആ കാലത്ത് അത് ചെയ്തിട്ടുണ്ട്. അതേ ഒരു കാര്യം കുഴപ്പമില്ല, ഞാൻ മുൻപ് ദേശീയ പശ്ചാത്തലത്തിൽ പറയേണ്ടതാണ്. പക്ഷേ ഈ കാലം ഇതായതുകൊണ്ട് ഇതേ 49 സംഘനിരോധനത്തിൻ്റെ കാലയളവ് നിൽക്കെ തന്നെ 3 സംഘനിരോധനം തൊട്ടു മുമ്പ് ഗാന്ധിവധത്തിന് തൊട്ടു മുമ്പ് ജനുവരിയിൽ മഹാനായ സർദാർ പട്ടേൽ ഗാന്ധി ഈ മുമ്പത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ട് കോൺഗ്രസ്സിലേക്ക് ഗാന്ധിജി വിളിക്കുന്നത് പോലെ എന്തുകൊണ്ട് കോൺഗ്രസ്സിൽ ഇരുന്നുകൊണ്ട് RSS രൂപീകരിച്ചെന്ന് ഡോക്ടർ ജിയോട് 914 ഗാന്ധിജി ചോദിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ സർദാർ ഒരു 4 സന്ദർഭങ്ങളിലെങ്കിലും ജനുവരി തൊട്ട് സംഘം കോൺഗ്രസ്സിൽ ലയിക്കൂ. ഗാന്ധിവധത്തിന് മുമ്പ് തൊട്ട് ജനുവരി 6 എൻ്റെ ഓർമ്മയിൽ ലക്നൌവിലെ ഒരു സന്ദർഭം തൊട്ട്, ലക്നൗ ആണെന്ന് തോന്നുന്നു, അത് അവിടെ തൊട്ട് തുടങ്ങുന്ന സന്ദർഭങ്ങൾ 949 വരെ. 949 അദ്ദേഹം ഒരു പദ്ധതിയായി അവതരിപ്പിക്കുകയും നെഹ്റു അന്ന് പുറത്തായിരുന്നു. അത് പക്ഷേ നെഹ്റു തിരിച്ചു വരുമ്പോഴത്തേക്ക് നെഹ്റു അത് ഇല്ല വേണ്ട എന്ന് പറയുന്നുണ്ട്. അത് കോൺഗ്രസ്സിലേക്ക് എടുക്കുക. അതിന് ഗുരുജിയുമായിട്ട് നേരിട്ടിരിക്കുമ്പോഴും പറയുന്നുണ്ട്. ഗുരുജിയുമായിട്ട് നടക്കുന്ന കത്തിടപാടിൽ പറയുന്നുണ്ട്. 10 അങ്ങനെ 4 സന്ദർഭങ്ങളെങ്കിലും കോൺഗ്രസ്സിലേക്ക് എത്ര മോശപ്പെട്ട അസ്പൃശ്യത ഉണ്ടായിരുന്നെങ്കിൽ കോൺഗ്രസ്സിലേക്ക് ക്ഷണിക്കും പറഞ്ഞു. ഞാൻ ഗാന്ധിവധാനന്തരം തന്നെയാണ് പ്രസക്തമായ 3 സന്ദർഭങ്ങളെന്ന് പറയുക. പട്ടേലിനറിയാം, പട്ടേൽ നെഹ്റു എഴുതിയകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഗാന്ധിവധമായിട്ട് ഇവർക്ക് യാതൊരു ബന്ധമില്ലെന്ന് കൃത്യമായി എഴുതിയിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ ഫെബ്രുവരി 6 8 ഫെബ്രുവരി 26 അങ്ങനെയൊക്കെയുള്ള കത്തുകളുണ്ട്. ഞാൻ ഗാന്ധിവധം 30 നടക്കുന്നത്. അപ്പം അതിൽ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു എൻ്റെ ചങ്ങാതിമാരെ, എൻ്റെ മലയാളമേ, ഒന്നുമില്ലായിരുന്നു. വെറുതെ ഈ കാപട്യം, സബ്വേർഷൻ, ഒരു പൊളിറ്റിക്കൽ ക്ലൗട്ട് ഇത് ആസ്വദിക്കുന്നുണ്ടെന്നും അവരുടെ വോട്ട് വീഴുമെന്നും കണ്ടിട്ട് RSSനെയും ഹിന്ദുവിനെയും സനാതനത്വത്തെയും ഒക്കെ ഭർസിക്കുകയും അപഹസിക്കുകയും ഇങ്ങനെ കൊണ്ടു നടന്നോളൂ. കാലം മാറി, എല്ലാം പുറത്തായി. ഒളിച്ചു വെച്ചതെല്ലാം ആമ്പിള്ളേരെ കണ്ടുപിടിച്ച് പുറത്തായി. എത്ര പുസ്തകങ്ങൾ ആർക്കൈവുകൾ മുഴുവൻ മുങ്ങി തപ്പിക്കഴിഞ്ഞിരിക്കുന്നു ആൾക്കാർ. ഇനി എത്രയോ വരാൻ കിടക്കുന്നു. അപ്പോൾ ഇത്തരം കളികൾ എത്ര കാലം നിങ്ങൾക്ക് ഇനി കൊണ്ടുപോകാമെന്നറിയില്ല. സംഘപ്രാർത്ഥന, മാതൃഭൂമി, ആഴ്ചപ്പതിപ്പ്